ഈ മീഡിയയുടെ നമ്മുടെ എല്ലാ ടീമംഗങ്ങളും എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ വീട്ടിലാണ്. അദ്ദേഹം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വാതിൽ അടച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കാം. നമസ്കാരം. 25 വർഷത്തോളമായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന സംഗീത സംവിധായകനും അധ്യാപകനും കൂടിയായ ശ്രീ സന്തോഷ് ഒരു കീബോർഡിസ്റ്റ് എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് എല്ലാ പിന്നണി ഗായകർക്കൊപ്പവും വേദി പങ്കുവച്ചിട്ടുണ്ട്. ONV ഉൾപ്പെടെയുള്ളവരുടെ വരികൾക്ക് സംഗീതം പകർന്നിട്ടുമുണ്ട്. 6ഓളം സിനിമകളിൽ തന്റെ സംഗീത സാന്നിധ്യം അറിയിച്ച ഇദ്ദേഹം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും മലേഷ്യ, തായ്ലാൻഡ്, നെതർലാൻഡ്സ്, ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, ആസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബെൽജിയം തുടങ്ങി ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ സംഗീതയാത്ര നടത്തിയിട്ടുമുണ്ട്. കോഴിക്കോട് എലത്തൂർ പുതിയ നേരത്ത് സ്വദേശി സന്തോഷ് നിസ്വാർത്ഥയെ പി മീഡിയയിലെ ഓളങ്ങളിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അതിഥി ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തുമായിട്ടുള്ള കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അദ്ദേഹമായിട്ട് ഔപചാരികതകളില്ലാതെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം. സന്തോഷേട്ടാ നമസ്കാരം. നമസ്കാരം പ്രമോദ്. നമസ്കാരം. വിശേഷം എന്താ പ്രമോദെ പറയാ, അറിയാലോ. ഒരു മാർച്ച് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ പ്രത്യേകിച്ച് കലാകാരന്മാരുടെ അവസ്ഥ വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരുവിധം മറ്റു മേഖലകളൊക്കെ ഇപ്പോൾ പുനരാവിഷ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പുനർജീവൻ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കലാകാരന്മാർ സത്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധി തന്നെയാണ്. അതായത് ഒരാൾക്കൂട്ടത്തിൻ്റെ മുന്നിലാണല്ലോ നമ്മുടെയൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നത്. അതെ. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും പെട്ടെന്ന് വരാൻ സാധ്യതയില്ല. കാരണം ഒരു മരിച്ച വീട്ടിൽ പോലും ഇപ്പോൾ ആകെ 20 ആളൊക്കെ കൂടാൻ പോകണം. അപ്പോൾ ഒരു ഷോ നമ്മളൊക്കെ അത്രയും ക്രൗഡിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഒരു ഗാനമേളക്കാരനായതുകൊണ്ട് തന്നെ ആ പരിപാടിയൊക്കെ തിരിച്ചു വരണേ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കും തന്നെയാണ് തോന്നുന്നത്. പിന്നെന്താ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, ഇപ്പം ഞാനൊക്കെ ഒരു ജോലിയും കൂടി ഉള്ളതിനുകൊണ്ട് രക്ഷപ്പെട്ടു പോകും. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കലയോണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ. ഈ കല കൊണ്ട് ജീവിക്കുന്ന ഗാനമേള എന്നല്ല, ഈ ഗാനമേള ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല, കൂടാതെ എല്ലാവിധ കലകളുമായിട്ടുള്ളവരുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിരിക്കുന്നൊരു സാഹചര്യം. അതെ. നമ്മളൊക്കെ ശുഭപ്രതീക്ഷയുടെ ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് തന്നെ വീണ്ടും പഴയ പോലെ തിരിച്ചു വരും, പെട്ടെന്ന് തന്നെ എല്ലാ കലാകാരന്മാരും അങ്ങനെ ആവട്ടെ എന്നാണ് നമുക്ക് പ്രത്യാശിക്കാം. അതാണിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥന. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കളുടെ ഈ കലാരംഗത്തേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം ഒന്ന് വിശദമാക്കിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ അത് അറിയാമായിരുന്നു. കലയോടുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ കലയുടെ ഒരു ചെറിയ ഒരംശം ബ്ലഡിലുണ്ട് എന്ന് ചെറുപ്പത്തിൽ തന്നെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴോ, അന്നൊന്നും നമ്മുടെ ഇന്നത്തെ പോലെ മൊബൈൽ സംഗീതങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല, റേഡിയോയിലൊക്കെ വരുന്നതോ, പിന്നെ ഗൾഫിലൊക്കെ പോയിരുന്ന ആളുകൾ കൊണ്ടുവരുന്ന ടാപ്പ് റെക്കോർഡർ, അതിലൊക്കെ കേൾക്കുന്ന സംഗീതമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഒരു പാട്ട് കേട്ടാൽ അത് വല്ലാതെ ശ്രദ്ധിക്കും, അതിൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു സുകുമാര കലാനിലയം എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അവിടെ ഒത്തുകൂടുന്ന, അവിടുന്ന് ഒരു ശബ്ദം കൂടെ വരുമ്പോഴത്തേക്ക്, എൻ്റെ വീട്ടിൽ നിന്ന് അത്ര ദൂരമില്ല ആ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടുന്ന് ഒരു പാട്ട് തുടങ്ങുമ്പോഴേക്കും ഞാൻ ഓടി അവിടെ എത്തി അവർ നിർത്തി പോകുന്നത് വരെ ഞാനതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി അവരൊക്കെ ഒന്ന് ചെറുങ്ങനെ ഏതെങ്കിലും, അന്ന് ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് തബലയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അനിയൻ പാപ്പൻ, അദ്ദേഹം ഒരു തബലിസ്റ്റായിരുന്നു. മൂപ്പരാണ് മെയിനായിട്ട് അന്ന് സിനിമാ പാട്ടിനൊക്കെ അനുസരിച്ചിട്ട് തബല വായിക്കുന്ന ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഈ ഒരു മഹഫിൽ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് ഇത് വളരെ ശ്രദ്ധിക്കും. പിന്നെ അവരൊന്ന് ചെറുങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം അതിൻ്റെ അകത്തുനിന്നൊന്ന് വിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചാടിക്കയറി അതിൻ്റെ അകത്തുനിന്ന് 2 വായിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങാനോ ഉപയോഗിക്കാനോ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പാട്ടിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആ സമയത്ത്. അതെ. ഓക്കെ. അങ്ങനെയാണ് സത്യത്തിൽ ഇതിൻ്റെ വരവ്. സന്തോഷേട്ടാ, സംഗീതോപകരണങ്ങൾ ഔപചാരികമായിട്ട് പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് താങ്കൾ വായ്പാട്ടാണോ അതോ തബലയാണോ ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത്?
അവർ ആരൊക്കെയായിരുന്നു താങ്കളുടെ ഗുരുസ്ഥാനത്തുണ്ടായിരുന്നതെന്നുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ കേൾക്കാവുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കാലഘട്ടത്തിൽ ഞാൻ സത്യത്തിൽ ഔപചാരികമായ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാടുമായിരുന്നു, പക്ഷേ അന്നേരം പാട്ടൊന്നും പഠിച്ചിട്ടല്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പാടിയൂടെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ആളുകൾ പറയുമ്പോൾ വീണ്ടും പാടും. അതേപോലെ തബല ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് റെക്കോർഡൊക്കെ കേട്ട് ഇതേപോലെ കലാലയത്തിലൊക്കെ പോയി ഇരുന്നിട്ട് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് ഒരു ഗാനമേളയ്ക്ക് വായിക്കാനുള്ള അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനമല്ല ശരിക്കും വരുന്നത്. അങ്ങനെ വന്നു പഠിച്ചു. ഉള്ളിലുള്ള താളബോധമാണ്. അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു ഗുരുവിനെ ആദ്യമായിട്ട് നേടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലെത്തിയത്, അതായത് ഞാൻ ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയിലെ മെമ്പറായിരുന്നു. അപ്പോൾ അവർ ആ കാലത്ത് വലിയ വലിയ പ്രോഗ്രാമൊക്കെ നടത്തും. അപ്പോൾ ഞാനിങ്ങനെ തബലയൊക്കെ വായിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ഞാൻ വലിയ തബലിസ്റ്റാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഓർക്കസ്ട്രയിലൊക്കെ എന്നെ ഒരു തബലിസ്റ്റായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം മാനാഞ്ചിറ മൈതാനി, അന്ന് മാനാഞ്ചിറ മൈതാനി ഗാനമേളയൊക്കെ നടക്കുന്ന, അപ്പോൾ ആ മാനാഞ്ചിറ മൈതാനിയിൽ ഐവിയുടെ ഒരു ഗാനമേള ടൂറിസം വാരാഘോഷത്തോടനുബന്ധിച്ച്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാനും തബലിസ്റ്റാണ്. അന്ന് എൻ്റെ കൂടെ വായിക്കുന്ന കോഴിക്കോട്ടെ മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള തബലിസ്റ്റായിട്ടുള്ള നമ്മുടെ വിനോദ് കുമാറിലെ മൂപ്പരുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പം വിനോദേട്ടൻ എന്നോട് ചോദിച്ചു, ആരാ നിൻ്റെ ഗുരു എന്ന് ചോദിച്ചു. നീ ആരുടെ നിന്നാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ ഞാൻ ആരുടെ പഠിക്കുന്നില്ല. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അന്ന് കൂടെയൊക്കെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഗുരു നമ്മുടെ ശിവദാസ് മാഷ, ചേമഞ്ചേരി ശിവദാസ്, ഞാൻ അടിച്ചു വിട്ടോട്ട് ഞാൻ ശിവദാസ് മാഷ എടുത്താണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശിവദാസ മാഷ് ഏറ്റവും വലിയ ശിഷ്യനാണ് ഈ വിനോദേട്ടൻ എന്നുള്ള എനിക്കറിയില്ലേ. ഇത് പറഞ്ഞ് ഞാനങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ളോട് വലിക്കുമ്പോഴത്തേക്ക് സ്റ്റേജിലേക്കുണ്ട് ശിവദാസ മാഷ് കയറി വരുന്നത്. അന്ന് ശിവദാസ മാഷ് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആരെങ്കിലും വലിയ വലിയ പരിപാടിക്കൊക്കെ വായിക്കുന്നുണ്ട്, അവിടെ വന്നിട്ട് തബലയുടെ ശ്രുതിയൊക്കെ ശരിയാക്കാൻ വേണ്ടി അദ്ദേഹം ഒന്ന് വരും. ശിവദാസ മാഷ് കയറി വരുന്നത് ഞാനിങ്ങനെ കാണുന്നു. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ബാക്കോട്ട് ഓടുന്നു. കാരണം ഇങ്ങനെ ഒരു ശിഷ്യൻ അയാൾക്കില്ലല്ലോ, മാഷിക്കില്ലല്ലോ. അപ്പം ഞാൻ അവിടുന്ന് സ്റ്റേജിൻ്റെ പിറകിലേക്ക് പോയി ഒരു ഭാഗത്തു നിന്ന് ഒളിച്ച് നിന്ന് നോക്കുക. അപ്പോൾ ശിവദാസ മാഷ് നമ്മുടെ വിനോദേട്ടൻ്റെ തബലയൊക്കെ ശ്രുതി ചാർത്തി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതാരാ കൂടെ വായിക്കുന്ന ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിനോദേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ശിഷ്യൻ തന്നെയാണ് സന്തോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ശിവദാസ മാഷ് ഇറങ്ങിപ്പോയി. മൂപ്പര് പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ കയറി, സ്റ്റേജിൽ കയറി. വിനോദേട്ടൻ എന്നോട് ചോദിച്ചു, ഞാൻ മാഷോട് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ശിഷ്യനില്ല എന്നാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മൂപ്പര് കുറേ ശിഷ്യന്മാരുള്ളതല്ലേ, അതുകൊണ്ട് ഓർമ്മയില്ലായിരിക്കും, ഞാൻ അത്ര കാലമൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാൽ പിറ്റേന്ന് രാവിലെ പോയിട്ട് ശിവദാസ മാഷ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി. ഈ സംഭവം അവർ അവതരിപ്പിക്കണ്ടേ? ശിവദാസ മാഷ്, ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു, എന്തായാലും നീ ഒരു ദിവസം ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. അങ്ങനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചൊന്ന് ഒരു പരിശീലനമൊക്കെ നടത്തി. ഇങ്ങനെയാണ് സത്യത്തിൽ തബലയിലേക്ക് വരുന്നത്. തബല സന്തോഷ് അറിയപ്പെട്ടിരുന്ന സന്തോഷേട്ടൻ എങ്ങനെയാണ് കീബോർഡ് ആർട്ടിസ്റ്റായിട്ടുള്ള സന്തോഷ് നിസ്സാർത്തയിലേക്ക് മാറ്റം വന്നിട്ടുള്ളത്? എനിക്ക് ഈ ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചാലഞ്ചൊക്കെ ഏറ്റെടുക്കാനുള്ളൊരു വല്ലാത്തൊരു തൻ്റെ ഇടം വരാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഭീകരതയെക്കുറിച്ചൊന്നും ഞാൻ അന്നേരം ആലോചിക്കാറില്ല. ചില താല്പര്യങ്ങൾ നമ്മളെ അങ്ങോട്ട് എത്തിച്ചുകൂടൂലേ, അതിൻ്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കീബോർഡൊന്നും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അന്ന് എൻ്റെ അടുത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് ബേസ് കിട്ടണം. അപ്പം ഞാനെന്ത് ചെയ്യുന്നു, നമ്മുടെ മലാപ്പറമ്പ് ജെറിമാഷെടുത്ത് പോയിട്ട് ജസ്റ്റ് ഒരു 12 സ്കെയിൽ, ഇതിൻ്റെ ബേസിക് സ്കെയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പഠിച്ചു. അന്ന് പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷേ എൻ്റെ അടുത്ത് കീബോർഡില്ലാതെ ഞാനത് കീബോർഡ് പോലെ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മേശൻ്റെ മുകളിൽ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. വളരെ സാഹസം നിറഞ്ഞ പരിപാടിയാണ്. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നത് അതെന്തായാലും നിറവേറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ പുസ്തകം നോക്കിയിട്ടും
പിന്നെ അങ്ങനെ വായിച്ച് ഓരോന്ന് എഴുതിയെടുത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം തബലയല്ല കീബോർഡ്, ഒരു റിതം ഇൻസ്ട്രുമെൻ്റ് നിന്ന് ഒരു ട്യൂൺ ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസമുണ്ടല്ലോ. പിന്നെ അത് ശരിക്കും നമ്മൾ അന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും എൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടായിരിക്കണം അതങ്ങനെ ആയി. സന്തോഷമായിട്ട് നിരവധി രാജ്യങ്ങളിൽ, അതായത് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഗാനമേളകൾ അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട്. പല പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാരുടെ കൂടെയും നിങ്ങൾ അവിടെയൊക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഓർമ്മിച്ചെടുക്കാവുന്ന വളരെ നമ്മൾക്ക് മറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വിശദമാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എന്തായാലും എൻ്റെ പരിശീലനത്തിൻ്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നെങ്കിലും ഞാൻ എപ്പോഴും ഒരു അപ് ടു ഡേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ഗായകന്മാരൊക്കെ ആയിട്ട് ആദ്യം തന്നെ ഇപ്പോൾ റീമി ടോമി, വിധു പ്രതാപ്, ബിജു നാരായണൻ, ഇവരുടെയൊക്കെ ഒരു കൂട്ടം പരിപാടികൾക്ക് അവരുടെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ലെജൻഡുകളായിട്ടുള്ള ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ, അതുപോലെ നമ്മുടെ 1-2 പ്രാവശ്യമാണെങ്കിൽ പോലും ദാസേട്ടൻ്റെ കൂടെ, അതിലേറ്റവും എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗായിക നമ്മുടെ ചിത്രേച്ചിൻ്റെ കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10-12 പ്രോഗ്രാമിന് ചിത്രേച്ചിൻ്റെ നാടകം, ചിത്രേച്ചിൻ്റെ സ്വന്തം പരിപാടികൾക്ക് പോലും ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ വേണുഗോപാൽ, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ വായിച്ചു എന്ന് പറയുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണോ? അതെ. തീർച്ചയായിട്ടും അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ഗായികയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 12ഓളം സ്റ്റേജ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അതെ. അതായത് ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന ചിത്രേച്ചിക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത, ഒരു പ്രാവശ്യം ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വേദിയിൽ കാണുമ്പോൾ അവർ പേരെടുത്തിട്ട് നമ്മളെ അഭിസംബോധന ചെയ്യും. അപ്പോൾ നമുക്കൊരു ഒരു ആർട്ടിസ്റ്റായാലും അഭിമാനം തോന്നുന്നത്. അതായത് ഞാൻ ഗോവ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ചിത്രേച്ചിൻ്റെ പ്രോഗ്രാമിനൊക്കെ ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ കൂടെ വായിക്കുമ്പോൾ നമ്മൾ ഒരു വളരെ ഗൗരവകരമായൊരു ഇൻസ്ട്രുമെൻ്റാണ് കീബോർഡ്. കാരണം ഒരു ഓർക്കസ്ട്ര ലീഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ചിത്രേച്ചിനെ പോലുള്ള ആർട്ടിസ്റ്റ്, പിന്നെ അഫ്സലിൻ്റെ കൂടെ ഏകദേശം ഒരു 2-3 വർഷത്തോളം ഞാൻ സ്ഥിരമായിട്ട് കീബോർഡിസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ പോകാൻ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഒരുവിധ സ്റ്റേറ്റുകളിലൊക്കെ, അതായത് എനിക്കൊന്ന് കാശ്മീർ അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി. പിന്നെ അതിനിടയ്ക്ക് കയറി ചോദിക്കണമെന്ന് കരുതരുത്. ചിത്രചേച്ചിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഫ്രീ തോന്നുന്നു. എനിക്ക് ഭയം കൊണ്ട് നമുക്ക് ചിലപ്പം ഒരു ഇത് തോന്നാറുണ്ട്, ബഹുമാനം കൊണ്ട് ചില ഭയം തോന്നാറുണ്ട്. അതുപോലെയുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ വിഷമം തോന്നിയിട്ടുള്ള, അതായത് കുറച്ച് നമുക്ക് ഫിയർ തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഗായികമാരോ ആരാരുണ്ടോ? അതിപ്പോൾ അതായത് ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസിറ്റീവ് ആണല്ലോ ഭയങ്കര. അതായത് ഒരാളൊന്ന് വെറുതെ മുഖത്തൊന്ന് ലേശം ഒരു വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് പോലും സംശയിക്കപ്പെടുന്നു. അപ്പോൾ അവർ ഒന്ന് ചിലപ്പം ഒന്ന് ചിരിക്കാതിരുന്നാൽ പോലും നമുക്ക് ടെൻഷനാണ്. തീർച്ചയായിട്ടും. അത് നമ്മളെ ജയചന്ദ്രൻ സാറ്, നമ്മളെ പി ജയചന്ദ്രൻ മൂപ്പരെ കൂടെയൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ മൂപ്പര് വളരെ നല്ല, എപ്പോഴും മുഖം കണ്ടു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ ചില സമയത്ത് വളരെ, എനിക്ക് തിരുമാന്താംകുന്ന് അമ്പലം ഉണ്ടല്ലോ, ആ ഒരു അമ്പലത്തിൽ ഒരു ഭക്തിഗാനമേളയ്ക്ക് ജയചന്ദ്രൻ സാറിൻ്റെ പരിപാടിക്ക് ഞാനായത് വായിക്കാൻ, ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. കാരണം വളരെ ചിരിച്ചുകൊണ്ട് ഇടയ്ക്ക് വന്ന് പുറത്തൊക്കെ തട്ടി, പിന്നെ ഇടയ്ക്ക് ആങ്കറ പണി വരെ മൂപ്പര്, അങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ച് മൂപ്പര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓരൊക്കെ ആൾക്കാർ. പക്ഷേ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ കഴിവിനെ നമുക്ക് അംഗീകരിക്കാതെയും ബഹുമാനിക്കാതെയും പറ്റൂല. അപ്പം നമ്മൾ ആ ഒരു ബഹുമാനത്തിലാണ് എപ്പോഴും നിൽക്കുക. പിന്നെ അതുപോലെ ഈ AIRലൊക്കെ പോകുന്ന സമയത്ത്, ദൂരദർശൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ പോകുന്ന നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് വരും. അപ്പോൾ അവർ പിന്നെ പറയുന്ന കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വായിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എന്തായാലും ദൈവം സഹായിച്ച് വലിയ രീതിയിൽ പറയിപ്പിക്കാതെ അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും ഇനി ഒരുപാട് അങ്ങനെ മുന്നോട്ട് പോകാനുണ്ട്, എന്തായാലും കഴിയട്ടെ. അതെ. പിന്നെ പുറത്ത് പോയെന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ കുറേ പോയിട്ടുണ്ട്, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഇത് കൂടാതെ എനിക്ക് യൂറോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ 1-2 പ്രോഗ്രാം, നെതർലാൻഡ്സ്,
ജർമ്മനി, അങ്ങനെ ചെക്കോസ്ലോവാക്യ, അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു യൂറോപ്പിലെ ഒരു 7 കൺട്രീസ് അവിടെ പരിപാടി ഒരു 2 സ്ഥലത്ത് ആ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിട്ടിയ ചാൻസ് അല്ലേ, നമ്മൾ അവിടെ ഒന്ന് ഏതായാലും ഒരു 10-20 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന 2 ആളുകളുടെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റും. ഒന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല പണ്ട് എനിക്ക് ചിത്രകലയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാൻ ഗോഗിൻ്റെ ഒരു ആരാധകനായിരുന്നു, വിൻസെൻ്റ് വാൻ ഗോഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിയത്തിൽ പോയിട്ട് ഒരു 4-5 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റുന്നതും, അതിന് കൂടാതെ പിന്നെ മൊസാട്ടിൻ്റെ വിയന്നയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ നിൽക്കുന്ന അതിനൊന്ന് പോയി നമസ്കരിക്കാനും, അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ പോയിട്ട് അത് കാണാനും, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക്. ആ ഒരു പട്ടണം തന്നെ എൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു കളിയാണ് വിയന്ന. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇനി മതി എല്ലാം കംപ്ലീറ്റ് ആയതുപോലെ നമുക്കൊരു ഫീലിംഗ് ആണ്. അതിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കുക, അതൊറ്റോ ആ ഒരു കൊല്ലം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ 2019 മെയ്യിലാണ് നടക്കുന്നത്. കൊറോണ നമ്മുടെ എല്ലാം കൊണ്ടുപോകുക. അതാണ് ഞാൻ ആലോചിക്കുക, എന്തോ ഒരു ദൈവഭാഗ്യം, അത്രയേ ഉള്ളൂ. ഇതുപോലെ എനിക്ക് ഓർക്കാൻ വരുന്ന ഒരു കാര്യമാണ്, ഞാൻ നമ്മുടെ മുംബൈ താജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ഒരു ദിവസത്തേക്കുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലുന്നതിനുള്ള ഡ്രസ് കോഡ് വരെ നമുക്കറിയാം. അങ്ങനെ ആ മുംബൈ താജിൽ ഒരു പ്രാവശ്യം അവിടുത്തെ റിസർവ് ചെയ്ത സീറ്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനോ അവിടെ ഒരു ദിവസത്തെ താമസം സൗകര്യപ്പെടുക എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ടല്ലോ, ആ ഭാഗ്യം കിട്ടിയിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മുംബൈയിൽ ചിത്രേച്ചിൻ്റെ കൂടി ഒരു പരിപാടിക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ്. ചിത്രേച്ചിൻ്റെ ഒരു പ്രത്യേകത, അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെയാണ് അവരുടെ ആർട്ടിസ്റ്റുകൾക്കും സൗകര്യമൊക്കെ ഒരുക്കുക. അങ്ങനെ ഒരിക്കലും ഈ നാട്ടുമ്പുറത്ത് വളർന്ന എനിക്ക് മുംബൈ താജ് ഇങ്ങനെ നമ്മൾ ആ ഭീകരാക്രമണത്തിൻ്റെ ഇതൊക്കെയാണ് നമുക്ക് ആ നേരം അവിടെ ഒരു ദിവസം താമസിക്കുക, അങ്ങനെയുള്ളൊരു സൗഭാഗ്യം വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. തീർച്ചയായിട്ടും ഒരു വളർന്നു വരുന്ന ഏതൊരു കലാകാരന്മാർക്കും കിട്ടാവുന്നതിൻ്റെ ഏറ്റവും സന്തോഷമായിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരേണ്ടതാണ്. കാരണം ഏതൊരു കലാകാരന്മാർക്കും നാളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുള്ളി പറയുന്നത്. തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന യുവ കലാകാരന്മാർക്കും അതൊരു പ്രചോദനമാവട്ടെ. അതിന് വേണ്ടിയിട്ട് അത് കേട്ടുകൊണ്ടിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളെ സ്വന്തമാക്കാൻ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവ കലാകാരന്മാർ ശ്രമിക്കട്ടെ എന്ന് പ്രത്യാശിച്ചു പോവുകയാണ്. ഒരുപാട് സന്തോഷം. സന്തോഷ് നിസ്വാർത്ഥ ഒരു തബലിസ്റ്റാണ്, കീബോർഡ് പ്ലെയറാണ്, ഒരു ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, ഒരു പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരാളാണ്, അതിലുപരി നല്ലൊരു ചിത്രകാരനാണ്, ക്ലേ മോഡലിങ്ങിൻ്റെ ആളാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിഷേധിക്കൂ? ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് തൊലിക്കട്ടിയാസം കൂടുതൽ അതിനെക്കൊണ്ട് നിഷേധിക്കില്ല. ഇനിയിപ്പോൾ നിവൃത്തില്ലെങ്കിൽ നിങ്ങളൊരു ജോലി തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനതെങ്ങനെ ഇരുന്നിട്ട് ഇതിൽ ഞാൻ പ്രതിപാദിക്കാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും വിഷയമുണ്ടോ? അതായത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അന്നേരം അതിൽ പെടാതെ പോയത് ഞാൻ ഇതും കൂടിയാണ് എന്ന് കൂട്ടി ചേർക്കാനുണ്ടോ വല്ലതും? അത് പിന്നെ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അതതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ അവസാനം പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തബലിസ്റ്റ് എന്നുള്ളതിന് ഞാൻ കീബോർഡിലേക്ക് മാറിയല്ലോ, അതൊരു എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ്. അപ്പം പിന്നെ എന്തുകൊണ്ട് മറ്റൊന്ന് ആയിക്കൂടാന്നുള്ളതിനെ കുറിച്ചുള്ള പേടിയൊന്നും എനിക്കില്ല. അപ്പം നിങ്ങളിപ്പോൾ ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ സമയം തന്നിട്ട് എന്നോട് ഒരു പുതിയ ഇൻസ്ട്രുമെൻ്റാണ് നിങ്ങൾ ഈ പരിപാടിക്ക് വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു പോകും. അതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു തൻ്റെ ഇടം കൂടുതൽ അതിനെ കൊണ്ടായിരിക്കും. വിദ്യാഭ്യാസം ആനയെടുക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ പരിശ്രമിച്ച് നേടും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും, എന്നാലും അത് എൻ്റെ കയ്യിലാക്കാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തീരെ തബലൊന്നും പഠിക്കാതെ തന്നെ ഞാൻ മാനാഞ്ചിറ മൈതാനിയിൽ വായിക്കാൻ പോയ ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ പിന്നെന്തോ പഠിച്ചവൻ എന്തോ ഒരു ഭാഗ്യത്തിന് കലയോടുള്ള സമർപ്പണ മനോഭാവവും അത് ആത്മധൈര്യവും അതാണ് സന്തോഷേട്ടൻ്റെ പൊതുമുതൽ. ഈ രംഗം നമ്മൾ നിവൃത്തിയില്ലാതെ നമ്മൾ എന്നെ കൂടെ ചെയ്യാന്നുള്ളൊരു രീതി ഉണ്ടല്ലോ, അതെ ആ രീതിയിൽ നീങ്ങുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ഇതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വരി എഴുതപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ വരി എഴുതാനാണ് അന്നേരം വരി അവിടെ എഴുതും. ഹിന്ദിയിൽ വരെ പാട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ.
അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ, ഹിന്ദിയിലുള്ള ഒരു പാട്ട്. അതായത് കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരു 15 സ്കൂളിലെ കുട്ടികൾ പാടിയ ഹിന്ദി പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്. അതിൻ്റെ ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തത് ഞാൻ. അത് നല്ല കണ്ടമാന സ്ഥലത്ത് എത്തിയൊരു പാട്ടായിരുന്നു അത്. പിന്നെ ഇപ്പോൾ അടുത്തതാണ് ഞാൻ നമ്മുടെ ആര്യനന്ദ ഉണ്ടല്ലോ, ആര്യനന്ദ, അവളുടെ ഒരു ഹിന്ദി പാട്ട് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഇപ്പോൾ അടുത്ത് തന്നെ അത് പുറത്തിറങ്ങും. അത് മ്യൂസിക്കും ചെയ്തത് ഞാൻ തന്നെയാണ്, വരി എഴുതിയത് ഞാനാണ്, ഓർക്കസ്ട്രേഷനും ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ ഉണ്ടായി വരുന്ന സമയത്ത് നമ്മൾ അതായത് പിന്നോട്ടില്ല, ഇല്ല, ഒരു ശ്രമം നടത്തി നോക്കും. നമ്മുടെ കോഴിക്കോട് എന്നുള്ളതല്ല, നിങ്ങൾ എവിടെ തന്നെ ആയിക്കഴിഞ്ഞാലും ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് പ്രഗത്ഭരായിട്ടുള്ള ഗായകന്മാർക്കും നിങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട്. അതെ അതെ, നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ടാണ് നിങ്ങൾ പോവാറ്. ആ ടീം അംഗങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ. അതെ അതെ, നമ്മൾ കേരളത്തിലെ മറ്റുള്ള ജില്ലകളിലെ കലാകാരന്മാരിൽ നിന്ന് ഒരു ലേശം വ്യത്യസ്തരാണ് കോഴിക്കോട് ആർട്ടിസ്റ്റുകൾ. അതായത് മറ്റുള്ള ജില്ലകളിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഓർക്കസ്ട്ര ടീം സെറ്റപ്പ്, അതായത് ഒരു ട്രൂപ്പിൻ്റെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ കോഴിക്കോട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻഡിവിജ്വലി ഫ്രീലാൻസ് ആർട്ടിസ്റ്റുകളായിരിക്കും. കാരണം സ്വന്തമായിട്ട് സ്കില്ലുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു, അതായത് അങ്ങനെയുള്ള രീതിയിലുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. കാരണം ഇവിടെയുള്ള പ്രഗത്ഭന്മാർ ആർട്ടിസ്റ്റുകളാണ്. എന്നുവെച്ചപ്പം നമ്മുടെ കീബോർഡിൻ്റെ അതിൽ നോക്കുകയാണെങ്കിൽ പപ്പേട്ടൻ തുടങ്ങി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര സീനിയറായിട്ട് ഇപ്പോൾ ഒരു 70-75 വയസ്സായിട്ട് പോലും പപ്പേട്ടൻ ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതുപോലെ തുടങ്ങി ഇപ്പോൾ എൻ്റെ കസിനാണ് സുശാന്ത്, അതായത് കേരളത്തിൽ തന്നെ നമ്പർ 1 പ്ലെയറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് വെച്ചാൽ എവിടെ വലിയ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റിലൊരു ഓർക്കസ്ട്ര സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നാണ്, കോഴിക്കോട് ആർട്ടിസ്റ്റുകൾ. അത് നമുക്ക് ഭയങ്കര അഭിമാനിക്കാവുന്ന, കാരണം നമ്മൾ ആ രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരാണ് കോഴിക്കോടുള്ള മിക്കവാറും ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ആ ലെവലിലേക്ക് വളരാൻ വേണ്ടി ഞാനടക്കം ശ്രമിക്കും. അവരുടെ ഒപ്പം എത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ കോഴിക്കോടിനെ പറയിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മളും ആ രീതിയിലേക്ക് ആവാൻ വേണ്ടി മെനക്കെടാറുണ്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇന്ത്യയിലെ പല ഭാഗത്തും പോകുന്നത്, അവിടെയൊക്കെ വരുന്നത് പ്ലേ ബാക്ക് സിംഗേഴ്സാണ്. അപ്പോൾ ബിജു നാരായണൻ, വേണുഗോപാലായാലും ശരി, പിന്നെ ജോത്സ്നയായാലും റീമി ടോം, ഇവരൊക്കെ വരുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട് ഓർക്കസ്ട്ര മതിയെന്നാണ്. വിധു പ്രതാപായാലും മധു ബാലകൃഷ്ണനായാലും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവിടെ പോകാനൊക്കെ അവസരം കിട്ടുന്നത്. അതെ, അല്ലാണ്ട് ഇവിടെ കേരളത്തിൽ വേറെ ആർട്ടിസ്റ്റുകൾ ഇല്ലായിട്ടല്ല. കാരണം ഒരു ഇത്ര പീസ് ഓർക്കസ്ട്ര വെച്ചിട്ട് മാക്സിമം പെർഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ടീമിൽ ഉള്ള ആൾക്കാർ. അങ്ങനെ ഈ കുറേ പ്രഗത്ഭന്മാരുണ്ട്. അവരൊക്കെ കഴിഞ്ഞാൽ പോലും ഒരു സെക്കൻഡ് ടേമിലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നത് ഈ കോഴിക്കോട് ജനിച്ച ആർട്ടിസ്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രീതിയിലുള്ള അങ്ങനെ ഒരു മേൽവിലാസം നമ്മുടെ കോഴിക്കോട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടായ സ്ഥിതിക്ക് ഇപ്പോഴത്തെ വരുന്ന യുവ കലാകാരന്മാരും ആ മേൽവിലാസം നിലനിർത്തി പോകാൻ ശ്രമിക്കും. അതുകൊണ്ട് അവരും ഉന്നതിയിലെത്തും തന്നെ നമുക്ക് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അറിയാം, ആകെ ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ അല്ലേ നമ്മുടെ ഫ്ലവേഴ്സ് TV-യിലാണ് നടക്കുന്നത്. അതിലുള്ള 10 ആളിൽ 9 ആളും നമ്മുടെ കോഴിക്കോട്ടുകാരല്ലേ. തീർച്ചയായിട്ടും. അതെ അതെ, ഇപ്പോൾ ഏതാ വേറെ റിയാലിറ്റി ഷോ ഇന്ത്യയിൽ പോലും ഒരൊറ്റ റിയാലിറ്റി ഷോ ഇൻസ്ട്രുമെൻറ്റ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ ഇല്ലല്ലോ. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. അതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും വെൽ ബിൽറ്റായിട്ട് ആവാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. കാരണം അവിടെ പിടിച്ച് നിൽക്കണം, അതാണ്. പിന്നെ പൊതുവേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോമ്പറ്റീഷൻസൊക്കെ പൊതുവേ കുറവാണ്. ഒരു നല്ലൊരു എമിക്കബിൾ സെറ്റിൽമെൻ്റാണ്. എല്ലാവരും തമ്മിൽ ഒരു സൗഹാർദ്ദപരമായിട്ടൊക്കെ നീങ്ങുന്ന ആൾക്കാരാണ്. പിന്നെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അത് പൊതുവേ എല്ലായിടത്തും കലാകാരന്മാരും ചെറിയ പണക്കവും തീർച്ചയായിട്ടും ഒരു സൗഹാർദ്ദത്തിന്റെ ഭാഗമായി സമൂഹത്തോട് കലയിക്കുന്നവരാണല്ലോ കലാകാരൻ. എപ്പോഴും അതായത് ഏത് രീതിയിലും അത് നമ്മളെ എഫക്ട് ചെയ്യും. പക്ഷെ അതൊക്കെ എന്തൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകാനുള്ള മാനസികാവസ്ഥയിലാണ് നമ്മുടെ കോഴിക്കോട്ടെ കലാകാരന്മാർ. പിന്നെ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും സിങ്കാവുന്ന ഒരു 4-5 പേരുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. എൻ്റെ കൂടെ ഉണ്ടാവുക സ്ഥിരമായിട്ട് കോഴിക്കോട് ഒരു റിതം ആർട്ടിസ്റ്റ് സീനിയറാണ് രാജായിട്ട് ഉണ്ടാവുന്നുണ്ട്. തബല വായിക്കുന്ന ബിജുവിനൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാം നല്ല ആർട്ടിസ്റ്റാണ്. പിന്നെ ആശിഷ് ഉണ്ട് ലീഡ് ഗിറ്റാർ. പിന്നെ ബേസ് ആണെങ്കിൽ ശ്രീജിത്തോ അങ്ങനെ ആരെങ്കിലും. ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കാനാണെങ്കിൽ നമ്മളെ
പ്രഗത്ഭ അഭിജിത്തോ നിഖിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആരും വിളിക്കാം. പക്ഷെ ഇവർ നമ്മൾ സ്ഥിരമായിട്ട് നിഹാലൊക്കെ നമ്മൾ വളർന്നു വരുന്ന കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ നിഹാലൊക്കെ. മുമ്പ് COVID-19 നമ്മുടെ ഇങ്ങനെ ഗ്രസിക്കുന്നതിന് മുമ്പ് ടൗൺ ഹാളിൽ നിറഞ്ഞ, ഞാനും കൂടെ സന്നിഹിതനായിരുന്ന ആ സദസ്സിൽ വളരെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ജഗജിത് സിംഗിൻ്റെ ഗസൽസ് ഒരു അവതരിപ്പിച്ചുകൊണ്ട് സന്തോഷേട്ടൻ ഉണ്ടായി. അതായത് ഞാൻ എന്നെ തന്നെ സ്വയം ഇങ്ങനെ വിലയിരുത്തി കൊണ്ടുപോവുക. അതുപോലെ എൻ്റെ ചില ഇഷ്ടങ്ങൾ അതിപ്പോൾ ഇനി ആരെന്തലൊക്കെ, അതായത് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന കാര്യമില്ല. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു കലാകാരന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ ആരാധിക്കുന്ന ഒരാളാണ് ജഗജിത് സിംഗ്. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം, എൻ്റെ ഒരു ശബ്ദം എനിക്ക് ഞാനിങ്ങനെ തിരിച്ചറിഞ്ഞിടത്തോളം ഒരു മാധുര്യമുള്ളതല്ലെങ്കിൽ പോലും ഒരു ബേസ് റേഞ്ചിലുള്ള ഒരു ശബ്ദമാണെന്ന് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം കേൾക്കും. അദ്ദേഹത്തിൻ്റെ അതുപോലെ ആയിട്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നൊരു ശബ്ദമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുങ്ങനെ പാടാനൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ആദ്യം ഒരു 3-4 ബൈ ഹാർട്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഞാനിപ്പോൾ അത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായി. എപ്പോഴെങ്കിലും എൻ്റേതായിട്ടുള്ളൊരു പരിപാടി തീർച്ചയായിട്ടും ജഗജിത് സിംഗിനെ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം അതെന്തായാലും നടത്തണം തന്നെയാണ്. അതും ഞാൻ നേരത്തെ യൂറോപ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 ആയിരുന്നു ഞാനത് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി നല്ല പ്രിപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നെടുത്ത് പാടി നോക്കുമ്പോഴാണ് നമ്മൾ ഊപ്പാട് ഇളകി പോകുന്ന സൈസ് പാട്ടുകൾ. എന്നാലും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു തയ്യാറെടുപ്പ് നടത്തി. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് എൻ്റെ ഒരു സൗഹൃദ വലയം. എൻ്റെ കൂടെയുള്ള മ്യൂസീഷ്യൻസ് എൻ്റെ സപ്പോർട്ട് അതിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തിരുന്നതെന്ന് കോഴിക്കോട് നടക്കാവ് സ്കൂളിലാണ്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് അവർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു സന്തോഷ് പാടിയാൽ മതി, ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും സന്തോഷം അറിയണ്ട, ബാക്കി ഞങ്ങളായിട്ട്. അതൊരു വിദ്യാലയത്തിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു കട്ട സപ്പോർട്ട് വളരെ അപൂർവമാണ്. എന്തായാലും ആ സാഹചര്യമൊക്കെ ഒത്തു വന്നു. ഞാനൊരു 14 ഗസൽ പാടി, നല്ലോണം ആളും ഉണ്ടായിരുന്നു. ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതെ. അത് ബുദ്ധിമുട്ടില്ല എങ്കിൽ ആ അന്ന് പാടിയിട്ടുള്ള ഒരു 2 വരികൾ ജഗജിത് സിംഗിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെത് എനിക്ക് തോന്നുന്നു യദൗലത്ത് ബിലേലോ ആ പാട്ടും, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടോ സേ ചൂലോ തും പാട്ടൊക്കെയാണ്. 2 വരിയും എനിക്കിഷ്ടം. തീർച്ചയായിട്ടും 2 വരി മതി. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് 2 വരി മതി. तेरे खुशबू में लिखे खत मैं जला था कैसे, प्यार में डूबे हुए खत मैं जला था कैसे, तेरे हाथों के लिखे खत मैं जलाता कैसे. ഒരുപാട് സന്തോഷം. ചില ഗാനങ്ങൾ ചെയ്യണ്ടായി, സംഗീത സംവിധാനം ചെയ്യണ്ടായി. അതിൽ ഏറ്റവും എനിക്ക് മതിപ്പ് തോന്നിയിട്ടുള്ളത് സാക്ഷാൽ ശ്രീ ONV കുറുപ്പിൻ്റെ വരികൾ നിങ്ങൾക്ക് ഈണം നൽകാൻ ഉള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുറേ സിനിമകൾക്ക് വേണ്ടി താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ആ 2 കാര്യങ്ങളും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ചാൽ നല്ലത്. അതായത് ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വരുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു വലിയതായിരുന്നു. അതേപോലെ ഞാൻ ഗിരീഷേട്ടൻ്റെ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ONV സാറിൻ്റെ 2 പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പാടിയത് ജി വേണുഗോപാലാണ്, പിന്നെ ഒന്ന് നിഷാദിനെ കൊണ്ടാണ് പാടിപ്പിച്ചത്. ആ 2ാമത്തെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, നിഷാദ് പാടിയ പാട്ടിൻ്റെ പ്രത്യേകത, അത് നമ്മുടെ ഈ പൊന്നരിവാളം വിളി ആ പാട്ടിൻ്റെ 50 വർഷം തികഞ്ഞ രീതിയിലുള്ളൊരു വരികളാണ് അദ്ദേഹം എഴുതുന്നത്. പൊന്നരിവാളം വിളി ചിരിച്ചു വിണ്ണിൽ വീണ്ടും, അങ്ങനെ അദ്ദേഹം
ഈ വലിയൊരു ജ്ഞാനപീഠ വരെ നേടിയൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ നമ്മളൊരു 2 പാട്ടുകൾ എഴുതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് ചെയ്യുന്നത് എന്തൊരു സിമ്പിളായിട്ട് അദ്ദേഹം ഈ പൊന്നരിവാൾ അമ്പിളി എന്നുള്ള പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ഒരു 50ാം സാധനമാണ് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ എഴുതി തരുന്നത്. ഏതായാലും അത് ഈ ആവണി പൊന്നളുക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് ചെയ്തിട്ട് കുറച്ചായി. ഈ ഓണത്തിനൊന്നും കൂടി അത് ആയിട്ടൊന്നും കൂടി ഇറക്കിയതാണ്. അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. ഇങ്ങനെ പിന്നെ ചെയ്യാൻ കിട്ടിയിട്ടുള്ള സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ച് പാട്ടുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാട്ടുകളുടെ ഈ ഫിലിമിൽ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ അതെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ജയരാജ് സാറിൻ്റെ പടങ്ങളൊക്കെ പ്രഗത്ഭമായ പടമാണ്. പക്ഷേ അതെ അതിൽ കൈതപ്പുറത്തിൻ്റെ ദീപാങ്കുരൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് നിലവിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ട്യൂണാണ്. അപ്പോൾ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തെന്ന് പറയുന്നതിൽ എനിക്ക് തോന്നാറുണ്ട് അത്. പിന്നെ പാട്ട് ചെയ്തിട്ടുള്ള ഏപ്രിൽ 1-ാം തീയതി ഇന്ന് 1-ാം തീയതിയാണ് എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞു. പിന്നെ 3-ാം നാൾ അതിലെ 2 പാട്ടും ഞാൻ തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അത് പാലക്കാടുള്ള ഞാൻ തന്നെയാണ്. അതെ ഞാൻ തന്നെയാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് പണ്ടൊരു ഉമാ ശങ്കർ എന്ന് തന്നെ പറഞ്ഞൊരു സംവിധായകൻ്റെ ഒരു ഗാന്ധീവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറിയ ഭാഗം അഭിനയിക്കുകയും ചെയ്തു. ആ സിനിമ പക്ഷേ അധികം ഓടിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. അത് എങ്ങനെ സിനിമയിലുള്ള ഇതൊക്കെ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ തീം സോങ്ങുകളൊക്കെ ഇപ്പോൾ നടക്കാവ് ഗേൾസിൻ്റെ ഒരു തീം സോങ് ഉണ്ട്. അതൊക്കെ ആയിരക്കണക്കിന് ആളുകൾ 10,000-കണക്കിന് ആളുകൾ കണ്ട പിന്നെ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ തീം സോങ് ഞാൻ തന്നെയാണ്. അത് PK ഗോപി സാർ എഴുതി ഞാനാണ് അതിൻ്റെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ള പിന്നെ NSS എന്ന് പറഞ്ഞൊരു സാധനം, നാഷണൽ സർവീസ്, അതിൻ്റെ ഇപ്പോൾ പുതിയ ഇറക്കിയിട്ടുള്ള തീം സോങ് ഞാനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സന്തോഷമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇടുക്കി ജില്ലയിൽ ഒരു ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ സംഗീത സഭയെയും വളരെ ഭംഗിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിശദീകരണം തരാമോ? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ പറയുക, സത്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒന്നിൽ തന്നെ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും സമയം അതിൻ്റെ മുകളിൽ ചിലവഴിക്കണം. എന്തോ ഒരു ദൈവാധീനം കൊണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അതിനെക്കൊണ്ട് ചെറുങ്ങനെ നമ്മൾ പൂർണ്ണമായ ഒരു ആർട്ടിസ്റ്റ് അല്ലാത്തതിൻ്റെ ചില അവസരങ്ങളുടെ ഒരു കുറവൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു ഫ്ലോപ്പാണെന്ന് തോന്നിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ രാവുപകലില്ലാതെ അധ്വാനിക്കാറുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതായത് ഇപ്പോൾ ഞാൻ അപ് ടു ഡേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ജോലിയിൽ ഉഴപ്പാനും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ് ടീച്ചിങ്. അപ്പം ഞാൻ നടക്കാവിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെ പോയാലും സ്കൂളിൽ എൻ്റെ സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ സംഗീതമല്ല, എല്ലാവരും വിചാരിക്കും അങ്ങനെയാണ്. പക്ഷേ ഹിന്ദിയാണ്. തീരെ ബന്ധമില്ലാത്തൊരു സബ്ജക്റ്റ് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇപ്പം നടക്കാവിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അവിടെ ഇപ്പോൾ പോരുന്ന സമയത്ത് അവിടെ ഒരു മ്യൂസിക് ഒരു റൂം ഏകദേശം ഒരു 1-1.5 ലക്ഷം രൂപേൻ്റെ ഇൻസ്ട്രുമെൻസൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരൊറ്റ എഫേർട്ടിൽ ഉണ്ടാക്കിയത്. അതിന് സത്യം പറഞ്ഞാൽ MLA ഒക്കെ എന്നോട് ഭയങ്കര ഒരു ഇതാണ് മൂപ്പർക്ക്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പോരുന്ന ഞാൻ ഈ മാർച്ച് കഴിഞ്ഞ് മെയ് 31-നാണ് അവിടെ നിന്ന് പോരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവിടെ ഈ സ്റ്റുഡിയോ കുട്ടികൾക്ക് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വരെ ഏർപ്പാടൊക്കെ. അപ്പോൾ അത് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഒരു ഹിന്ദി അധ്യാപകൻ തീർച്ചയായിട്ടും സംഗീതത്തിന് വേണ്ടിയിട്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു അതായത് നമ്മളെ പിന്നെ ക്ലാസ്സിലും ഞാൻ അങ്ങനെ മാക്സിമം ഉഴപ്പാതെ അതായത് മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാറുണ്ട്. അവിടുത്തെ അക്കാദമിക് കോർഡിനേറ്ററൊക്കെ ആയിട്ട് 2 വർഷം തന്നിട്ടുണ്ട്. ഞാൻ കോർഡിനേറ്റർ ആയിരിക്കുമ്പോഴാണ് നടക്കാവ് ആദ്യമായിട്ട് ഈ അടുത്ത് അതായത് 2019 തന്നെ 100% വിജയം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ വീഴ്ച വരുത്താതെ നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. കുറേ പേരിലേക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഈ ഓളങ്ങളിലൂടെ P മീഡിയയിലൂടെ കുറേ പേരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്.
അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് വീട്ടുകാരുടെ വക വേണം. അവരെ കുറിച്ചിട്ട് അതൊന്ന് പറയാം. അതായത് എനിക്ക് ഭാര്യയും ഒരു മോളാണുള്ളത്. മോളിപ്പോൾ 4ാം ക്ലാസ്. വൈഫ് ഇവിടെ ഒരു അടുത്ത് തന്നെ ഇവിടെ ഒരു സഹകരണ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും. അവരുടെ പേര് സരിത. പിന്നെ മോള് അൻമോൽ നിസ്വാർത്ഥ എന്നാണ്. പാടുമോ? മോള് പാട്ടല്ല, അവള് ഡ്രമ്മ് വായിക്കും. ഡ്രംസ് വായിക്കും. പിന്നെ ഫ്ലൂട്ട് അത്യാവശ്യം പഠിച്ചു വരുന്നുണ്ട്. ഡ്രമ്മ് ഇപ്പോൾ ഒരു 4th ഗ്രേഡൊക്കെ ആയി ട്രിനിറ്റിൻ്റെ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ തരാറുള്ള ആളാണ് രീതിയിൽ അത് കണ്ടറിഞ്ഞിട്ട് വളരെ സാധിച്ചു പോകുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് കുടുംബത്തിന് പറ്റി വരാം. അതൊരു വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ എല്ലാം കുറച്ച് കുഴപ്പമില്ലാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നിന്നോണ് ഈ ഫീൽഡിൽ ഇങ്ങനെ നിന്ന് പോകുന്നതാണ്. ഓക്കെ, വളരെ നല്ലത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പി മീഡിയയുടെ ഓളങ്ങൾ എന്ന പരിപാടിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായവും അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഈ മീഡിയയുടെ ഈ പരിപാടി ഞാൻ പലപ്പോഴും കാണാറുണ്ട്. എന്നെ പോലെയുള്ള ഈ നമ്മുടെ ഓരോ പ്രദേശത്തുള്ള കലാകാരന്മാരെ നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇന്നോടത്തിൽ ഇന്ന കൂടെ ആർട്ടിസ്റ്റുകളെ കൂടെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ, ഇതൊക്കെ എൻ്റെ മനസ്സിലും ആ സമയത്ത് അത്രയുള്ള അറിയാൻ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു അതുപോലെ നമ്മുടെ എത്രയോ ആർട്ടിസ്റ്റുകൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇതിന് മുന്നിട്ട് അറിഞ്ഞ് നമ്മുടെ പ്രശാന്ത്, നമ്മുടെ ഷാർപ്പസ് പ്രശാന്ത് ഉണ്ടല്ലോ, നല്ല വലിയൊരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും, അതുപോലെ തന്നെ പ്രമോദ് നല്ലൊരു ഗായകനാണ്, നല്ല എഴുത്തുകാരനാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ വിഷമമാണ്. പക്ഷേ എഴുതുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അംഗീകരിക്കാം. പക്ഷേ അല്ല, പാട്ടുകൊണ്ടല്ലേ നിങ്ങളെ പരിപാടിക്ക് നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു റിഫ്രഷ് ആവാൻ നമുക്ക്. എൻ്റെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം, എൻ്റെ വരികളും സന്തോഷേട്ടൻ്റെ പണിപ്പുരയിലാണ് കിടക്കുന്നത്. അതും ഈ അടുത്ത് തന്നെ റിലീസാവുന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ പറയാൻ പറ്റൂ ഈ സത്യം. പ്രമോദിൻ്റെ ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു പാട്ട് ഇപ്പോൾ അടുത്ത് ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. അതുകൂടെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലും എൻ്റെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ വായന അങ്ങനെ ഒരു കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ള നമ്മുടെ പി മീഡിയയും ഈ ഓളങ്ങൾ എന്നുള്ള പരിപാടിയാണ്. അതിലും അവരോടും ഈ ഇന്നൊരു ചോദ്യമായിട്ട് വന്നതാണെങ്കിൽ കൂടിയിട്ട് ഈ എൻ്റെ ടീമിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത് പുള്ളിയുടെ ശബ്ദത്തിലൂടെ കേൾക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് നന്ദി അതിനുണ്ട്. ഈ പി മീഡിയയോട് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. എന്നെ ഈ രീതിയിലൊന്ന് നിങ്ങൾ ബഹുമാനിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അത് എനിക്ക് വലിയൊരു ആദരവ് പോലെ ഫീൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ തോന്നിയതിനും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിനും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ഓക്കെ, സന്തോഷേട്ടാ, വളരെ നന്ദി. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും ഈ ചോദ്യങ്ങൾക്ക് വളരെ സരസമായിട്ട് വളരെ സൗമ്യമായിട്ട് ഞങ്ങളോട് മറുപടി പറഞ്ഞതിനും ഞങ്ങളുടെ വീണ്ടും ഒരിക്കൽ കൂടി പി മീഡിയയുടെയും ഓളങ്ങളുടെയും പേരിൽ ഞങ്ങളോട് ഒരുപാട് സന്തോഷം പറഞ്ഞു. താങ്ക് യു. നന്ദി. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളുടെ ഈ ചില ചോദ്യങ്ങൾക്ക് വളരെ സൗമ്യമായിട്ടും സൗഹൃദപരമായിട്ടും മറുപടി തരികയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്തിട്ടുള്ള സന്തോഷേട്ടന് ഞങ്ങളുടെ ഈ എൻ്റെ ടീമിൻ്റെ വക, ഞങ്ങളുടെ പി മീഡിയയുടെ വക എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഒരു അതിഥിയുമായിട്ട് നമ്മൾ ഈ വഴി വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.